ആ സമയത്ത് വളരെ മോശമായിട്ട് എൻ്റെ വീഡിയോ, എൻ്റെ സഹപ്രവർത്തകയുടെ വീഡിയോ ഒക്കെ വളരെ മോശമായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ച ഒരു വ്യക്തി, പിന്നെ അവനെ ഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് നമ്മളെ പിന്നാലെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്, എന്നെയും എൻ്റെ സ്റ്റാഫായിട്ടുള്ള ഒരു പെൺകുട്ടിയെയും ഉപദ്രവിച്ചു കൊണ്ടുവന്ന, അവളുടെ ഉമ്മയെക്കുറിച്ചുമൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിക്കെതിരെ ഞാൻ നൽകിയ പരാതി ഇന്നും കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. ആ പരാതി നിലനിൽക്കെ അവൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചും വോയിസ് അയച്ചും കരഞ്ഞും ഒക്കെ എനിക്ക് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സ്ത്രീകൾ ഇവൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം പലതരത്തിലുള്ള തെളിവുകൾ, വീഡിയോസ്, ഫോട്ടോസ്, വോയിസ് റെക്കോർഡ്, ഇവൻ തെറി വിളിക്കുന്നത്, ഇതൊക്കെ അയച്ചു തന്നിട്ട് ഇവനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, അതായത് ലൈവിൽ വന്നു കഴിഞ്ഞിട്ട് ഇവനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, അതല്ല ഇവനോട് ഈ നാജി എന്ന് പറയുന്ന വ്യക്തിയോട് കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ, അവൻ്റെ ലൈവിൽ ഇരുന്നിട്ടില്ലെങ്കിലൊക്കെ ഇവൻ വളരെ മോശമായിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് മോശപ്പെടുത്തുന്ന ഒരു രീതി അവനുണ്ട്. അവനിലേക്ക് എത്തിക്കുക സ്ത്രീകളെ എന്നതാണ് ഇവൻ്റെ ലക്ഷ്യം.